ഞാൻ ഓഫീസിലെ പയ്യനെ വിട്ട് വണ്ടി ശരിയാക്കി വീട്ടിലെത്തിക്കാം. താൻ വണ്ടി കയറ്, ഞാൻ ഷോപ്പിൽ വിട്ടു തരാം. വേണ്ട. എന്റെ വണ്ടിയിൽ കയറിയ വല്ല കഥകളും ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണോ? അതോ രഞ്ജിത്തിന് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഞാൻ കയറാം. ഓക്കെ, കമോൺ. എടോ, ഒന്ന് ശ്വാസം വിടടോ. പോവാ. എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. എന്തായാലും എനിക്കൊരു ഹെൽപ്പ് ചെയ്തതല്ലേ, ഒരു കോഫി ഓഫർ ചെയ്താ സ്വീകരിക്കോ? ഏയ് വേണ്ടടോ. ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കഥയുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണോ, അതോ മൈഥിലിക്ക് ഇഷ്ടാവില്ലെന്ന് വെച്ചിട്ടോ? ഒരടി കിട്ടിയ അതപ്പം തന്നെ തിരിച്ചു കൊടുത്തേ പറ്റൂല്ലേ. പഴയ ശീലം വിട്ടിട്ടില്ല. ബാ, ഇറങ്ങ. അതെ, കോഫിയെ കിട്ടൂ, അല്ലാതെ ഐസ് ക്യൂബ് ഇട്ട കട്ടൻ ചായ കിട്ടില്ല. അതായിരുന്നില്ലേ സാരംഗിന്റെ ഫേവറേറ്റ്? അത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ക്രേസ്, ഇപ്പൊ വല്ലപ്പോഴും മാത്രം. അന്നത്തെ ആളെയല്ലേ എനിക്കറിയൂ, പിന്നീടുള്ള ശീലങ്ങൾ ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ. ഇടയ്ക്ക് മൈഥിലിയോട് പറഞ്ഞ് കട്ടനകത്ത് ഐസിട്ട് കുടിക്കാറുണ്ട്. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് ആ കോളേജ് ക്യാമ്പസിൽ കൊണ്ട് ചെന്ന് നിർത്തിയതുപോലെ തന്നെ ഫീൽ ചെയ്യും. ഓർമ്മയുണ്ടോ തന്റെ പുറകെ ഒരുത്തൻ 2 ദിവസം നടന്നത്? ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഫസ്റ്റ് കിട്ടിയ ഒരു ഹരിനാരായണൻ. നല്ല ഓർമ്മയുണ്ട്. കോളേജിന്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി തല്ലി പരുവാക്കിയില്ലേ, പാവം പിറ്റേ ദിവസം TC വാങ്ങിച്ചു. ഇപ്പൊ കാണുകയാണെങ്കിൽ ഹരിനാരായണനോട് ഞാൻ പറയും, അന്നത്തെ ഇടികൊണ്ടൊന്നും വലിയ പ്രയോജനം ഇല്ലെന്ന്. അച്ഛനൊന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, പോണ വഴിയില് ആന്റി വണ്ടി കേടായി വഴിയിൽ നിൽക്കുന്നു. അപ്പൊ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് കരുതിയാ. യാമി എവിടെ പോയതാ? ബാഗ് കണ്ടില്ലേ, ഞാൻ ട്യൂഷന് പോയിട്ട് വരിക. ആ, എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. കോഫി മറ്റൊരു ദിവസം. ഞാനും ഉണ്ട്. അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാ മതി. ഓക്കെ ആന്റി, ടാറ്റാ. കേറ്. ശരി എന്നാ. ശരി. എന്താടി? അച്ഛൻ എപ്പോഴും അനാമിക ആന്റിയോട് ആ പഴയ ക്രഷ് ഉണ്ടോ? ഇപ്പോഴോ? ഈ അവസ്ഥയിലോ? അല്ല, മുമ്പ് നമ്മള് താമസിച്ച സ്ഥലത്തുനിന്ന് പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് മാറിയേ, അതും ആന്റിയുടെ തൊട്ടടുത്തേക്ക്? കൊള്ളാവുന്ന ഒരു സംശയമാണല്ലോ. എനിക്കങ്ങനെ തോന്നി. പിന്നെ അച്ഛനോട് എനിക്ക് എന്തും ഫ്രീ ആയിട്ട് ചോദിക്കാലോ. എടി, വീട് മാറ്റത്തിന് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല. ആ വീടിന് പ്രതീക്ഷിക്കാത്തൊരു വില വന്നു, അത് നല്ല ലാഭമാണ് താനും. അപ്പൊ മാറാന്ന് കരുതി. മനസ്സിലായോ മാഡം? പിന്നെ നീ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറൊന്നും ആവണ്ട. ഈ സ്കൂൾ ക്യാമ്പസ്
ആ സമയത്തുള്ള പ്രണയമായാലും ശത്രുതയായാലും അതിനൊന്നും വലിയ ആയുസില്ല. അതൊന്നും ആരും ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാറുമില്ല. എല്ലാരും അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയല്ല, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ആന്റി അങ്ങനെ ആയിരിക്കോ? നീ അച്ഛനെ കുഴി ചാടിച്ചേ അടങ്ങൂ. ഇനി നീ ഇത്രയും കുസൃതി ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട, കേട്ടല്ലോ? ആന്റിയോടും ചോദിക്കാൻ നിൽക്കണ്ട. ഹലോ, വേണ്ട, ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. ആരാ അവിടെ? മൈഥിലിയ. ഓ, ഇന്ന് വ്യാഴാഴ്ചയാണല്ലേ, മറന്നു. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? കഴിക്കാതെ ഞാൻ മാറ്റിവെച്ചാലും സമ്മതിക്കില്ല. കുട്ടിച്ചൻ അവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, പറമ്പിലോട്ടെങ്ങാനും ഇറങ്ങിയതാവും. കുട്ടിച്ചൻ ജോലിയിലായിരുന്നു അല്ലേ? അടുക്കളപ്പുറത്തൊരു ചേമ്പ് നിന്നു, അതൊന്ന് കുഴിച്ചെടുക്കാൻ നോക്കിയതാ. കുഴിച്ച് താഴോട്ട് ചെന്നതല്ലാതെ അറ്റം കാണാനില്ല. ആ, അറ്റത്തെത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഈ കുടുംബത്തിന്റെ അവസ്ഥ പോലെ. ചേമ്പിന്റെ കാര്യത്തിലും കുടുംബത്തിനെ ഉദാഹരിച്ചു. ഈ കുട്ടിച്ചന്റെ ഒരു കാര്യം. ആ മോളെ, ഈ എടുത്തു വെക്കുന്ന ഭക്ഷണം കൃത്യമായിട്ടൊന്ന് കഴിക്കാൻ പറയണം. ഞാൻ പറഞ്ഞു മടുത്തു. കഴിച്ചിട്ട് എന്തിനാ? എത്രയും പെട്ടെന്നങ്ങ് പോയാ മതി എനിക്ക്. എന്നാ പോ. എന്തിനാ കിടന്ന് ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ തന്നെയാണോ രണ്ടാളും? വഴക്കും വയ്യാവേലിയൊക്കെ ആയിട്ട്? എപ്പോഴും ഇല്ല, ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് കാണാൻ എനിക്കിഷ്ടാ. അങ്ങനെ ചൊടിപ്പിക്കൊന്നും വേണ്ട. ഈ ഇരിക്കുന്നതേ ആരാന്ന് കരുതിയിട്ടാ? കാർത്തികേയൻ രാമൻ, KRK. അതായിരുന്നു ശരിക്കും കുട്ടിച്ചന്റെ പേര്. കുട്ടിച്ചന്റെ തറവാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാട്ടിൽ ആദ്യം ഫോൺ വന്ന വീട് അത് കുട്ടിച്ചൻ്റെതാ. ആദ്യത്തെ അംബാസഡർ കാർ സ്വന്തമാക്കിയത് കുട്ടിച്ചന്റെ കുടുംബ. റിച്ച് എന്ന് പറഞ്ഞാൽ പോരാ, നാട്ടിൽ എവിടെയൊക്കെ എന്തൊക്കെ സ്വത്തുണ്ടെന്ന് കണക്ക് പോലും ഇല്ലാതിരുന്നൊരു കാലം. Then what happened? ഇപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ ഈസി ആയിട്ട് കേൾക്കുന്നില്ലേ? അതിന്റെ തുടക്കത്തിൽ ആരും പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒരു പ്രവർത്തന മേഖലയായിരുന്നു അത്. അതിന്റെ സാധ്യതകൾ ആദ്യം മനസ്സിലാക്കിയ ആളാണ് കുട്ടിച്ചൻ. എന്ന് പറഞ്ഞാൽ കുട്ടിച്ചന്റെ ഒരു ഇറക്കമായിരുന്നു. നഗരത്തിന്റെ ഔട്ട്സ്കെയറിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ, ചതുപ്പുകൾ പോലും കുട്ടിച്ചൻ സ്വന്തമാക്കി. അവിടെ നികത്തി. കെട്ടിടങ്ങൾ വരില്ല എന്ന് മറ്റുള്ളവർ കണ്ട സ്ഥലങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ വെച്ചു.
വല്ലാത്തൊരു യാത്രയായിരുന്നു അത്. അച്ഛൻ എപ്പോഴാ കുട്ടിച്ചന്റെ അടുത്ത് എത്തുന്നേ? ആ, അത് കുട്ടിച്ചന്റെ മോൻ വഴിയാ, സേതു. എന്റെ കോളേജ് മേറ്റായിരുന്നു. സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. സേതു എന്നെ വല്ലാതെ നിർബന്ധിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ചില പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സേതു വളരാൻ തുടങ്ങിയതോടെ കുട്ടിച്ചൻ പതുക്കെ പിൻവലിഞ്ഞു. സേതുവിന്റെ മരണമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. സേതു അങ്കിളിന് അറ്റാക്ക് ആയിരുന്നല്ലേ? യെസ്. സേതുവിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 43 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫോറിനേഴ്സ്. ഞങ്ങളും ഒരു സ്വീഡിഷ് കമ്പനിയും ചേർന്ന് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തതാ. ഞങ്ങൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. ബട്ട് ഫെയ്റ്റ്, രാവിലെ സേതുവിനെ വിളിച്ചിട്ടും മുറി തുറന്നില്ല. ഞങ്ങൾ ബഹളം വെച്ച് തുറന്നു നോക്കുമ്പോൾ കുട്ടിച്ചൻ അതോടെ വീണു. മാനസികമായി ആകെ തളർന്നു. പതുക്കെ ഓരോന്നോരോന്നായിട്ട് കൈവിട്ടുപോയി. എല്ലാത്തിനും അവസാനം നിങ്ങൾ ഈ കാണുന്ന വെറും കുട്ടിച്ചൻ. രാജാവായിരുന്നു കുട്ടിച്ചൻ. സേതു അതിനൊത്ത ഒരു രാജകുമാരനും. ഇതെന്താ കുട്ടിച്ച, പഞ്ചസാരയൊന്നും ഇല്ല അല്ലേ? എനിക്ക് ചായക്ക് മധുരം വേണ്ട. ലക്ഷ്മിക്കാണെങ്കിൽ പേരിനൊരു ഇത്തിരി. എന്റെ കണക്കിനാണെങ്കിൽ ഇനി ഇതൊരാഴ്ച പോവും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ വരുമ്പോ വാങ്ങിക്കൊണ്ട് വരണോന്ന് സാരംഗ് എപ്പോഴും ചോദിക്കുന്നതല്ലേ? അതൊന്നും വേണ്ട. സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരാൻ ആളുകളെ ഇഷ്ടം പോലെ കിട്ടും. എന്നാ സ്നേഹം കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവരാത്തതിനാ പരാതി. കുട്ടിച്ച, ഇത് 1-2 ടോണിക്കുകളാ. ദിവസം 3 നേരം വെച്ച് കൊടുക്കണം. നീ എന്നെ ടോണിക്ക് കുടിപ്പിച്ച് വണ്ണം വെപ്പിക്കാനാ? ഇത് വണ്ണം വയ്ക്കൊന്നുമില്ല, സ്ലിം ബ്യൂട്ടി ആയിട്ട് തന്നെ ഇരുന്നോളും അല്ലേ കുട്ടിച്ച? ഇടയ്ക്കിടയ്ക്ക് മോളിങ്ങനെ വരുന്നത് തന്നെ ഒരു ആശ്വാസം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിട്ടിട്ട് വരാം. അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കേണ്ടവൻ ഒന്നിനും നിൽക്കാതെ അങ്ങ് പോയി. ഈ ഭൂമിക്ക് വേണ്ടാതെ ഞങ്ങൾ രണ്ടാളും. വേണ്ട കുട്ടിച്ച, കുട്ടിച്ചൻ പറയാൻ തുടങ്ങിയ അത് കരച്ചിലേ അവസാനിക്കൂ. അത് അമ്മയ്ക്കും മനസ്സിലാവും. പിന്നെ രണ്ടുപേരുടെയും മനസ്സൊന്നും നേരാവാൻ ഒരുപാട് സമയമെടുക്കില്ലേ? ഹലോ അരുൺ, ഞാൻ കുട്ടിച്ചന്റെ വീട്ടിലാ. എന്താ എമർജൻസി? ആ ശരി, ഞാൻ വരാം. എന്താ മോളെ? ഡോക്ടർ അരുണ, അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ?
അടുത്ത ആഴ്ച വരാം. നടന്നോ, ഞാൻ കൂടെ വരാം. സാരംഗ് ഇങ്ങോട്ട് ഇറങ്ങുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് തിരക്കല്ലേ, അപ്പൊ ആയിക്കോട്ടെ മോളെ. ശരി. എന്ത് സർപ്രൈസാ? എങ്ങോട്ടാ നമ്മളീ പോണത്? അതൊക്കെ ഉണ്ട് മാം, പക്ഷേ അതവിടെ ചെന്നിട്ടേ ഞാൻ പറയൂ. ദേ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും നിസ്സാര കാര്യമാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല, പിന്നെ ഒരു ഗംഭീര സംഭവം. സാധാരണ നീ എന്തെങ്കിലും പറഞ്ഞാ എനിക്കൊരു മിനിമം ഐഡിയ കിട്ടുന്നതാ. ഇതൊരു രക്ഷയില്ലല്ലോ. അതൊരു സർപ്രൈസ് ആയിരിക്കും, നോ ഡൗട്ട്. വരൂ മാം. വരൂ. ഇരിക്ക്. എവിടെ നീ പറഞ്ഞ സർപ്രൈസ്? വരും, വരാറായി. Excuse me, can I sit here? Sure. Good morning, madam. ഞാൻ സ്നേഹ. ഡോക്ടർ മൈഥിലി അല്ലേ? എനിക്കറിയാം. പ്രൊഫഷണലി ഞാനും ഒരു ഡോക്ടറാണ്, ചൈൽഡ് സൈക്കോളജി. ഓ, ഗുഡ്. മാം, ഇത് എൻ്റെ ജൂനിയർ ആയിരുന്നു. സ്നേഹയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു മാമിനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. അതിനെന്താ, നല്ല കാര്യമല്ലേ. സ്നേഹയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ മാം, പൂഴിക്കുന്നെന്ന് പറയും. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ. 2 പരിചയക്കാര് തമ്മിൽ കണ്ട ഇങ്ങനെയാണോ? അരുണൊരു കോഫി പോലും പറഞ്ഞില്ല. അയ്യോ, ഞാനിപ്പോ പറയാം. വേണ്ട, എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് വന്നേ ഉള്ളൂ, ചുമ്മാ. അരുൺ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. എന്നാലും ഓക്കെ മാം. സ്നേഹ എൻ്റെ ജൂനിയർ ആയിരുന്നു. അത് പറഞ്ഞല്ലോ. ക്യാമ്പസിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിന് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. അതിനെന്താ? അല്ല, ഞങ്ങൾ തമ്മില് അല്ല, സ്നേഹയെ മാം ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്. ഞാനെന്തിനാ ആ കുട്ടിയെ കാണുന്നത്? അഭിപ്രായം പറയാൻ. എന്തഭിപ്രായം? അല്ല, കൊള്ളാവുന്ന കുട്ടിയാണോ അതോ
അല്ല മാം പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഉം. എന്താ മാം? ഇപ്പൊ ഇവിടെ നടന്നത് പെണ്ണ് കാണലാണോ? അത് പ്രേമിക്കുന്ന പെണ്ണല്ലേ, അവള് വന്നപ്പോ അടുത്ത് ചേർത്ത് നിർത്തി പറയണ്ടേ, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണെന്നൊക്കെ. സ്നേഹല്ലേ, സംസാരിക്കേ. നേഹ, എന്തായി റിസൾട്ട്? ഞാൻ പാസ്സായോ? അത് മാം ഒന്നും പറഞ്ഞില്ല. ഉം. യെസ്, ഓക്കെയാ, ഡബിൾ ഓക്കെ. മൈ ഗോഡ്, രക്ഷപ്പെട്ടു. എടാ ചെക്ക, ഇനി മര്യാദക്ക് എന്നെ അങ്ങ് പ്രേമിച്ചോണം. കെട്ടാൻ സമയമായ കെട്ടിക്കോണം, കേട്ടല്ലോ? ഞാൻ പിന്നെ വിളിക്കാം. ആ, നിന്റെ ഒരു കാര്യം, അവള് നിന്നെ കളിയാക്കിയില്ലേ? പിന്നെ പക്ഷെ മാഡം ഒന്ന് ഓക്കെ പറഞ്ഞാൽ എനിക്ക് സമാധാനാവും. നല്ല കുട്ടിയാ, നിനക്ക് നന്നായിട്ട് ചേരും. ഏയ്, ശ്ശ്. ശ്ശേ. ആ